ഗേറ്റ് മാത്രമാണ് തുറന്ന് നൽകിയതെന്നുള്ള ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊക്കെ വലിയ വീഴ്ച സംഭവിച്ചു. ഇത്രയും ആളുകൾ വരുമ്പോൾ അതൊക്കെ മുൻകൂട്ടി കാണുന്നതിലുണ്ടാകേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അതിലൊക്കെ വീഴ്ച സംഭവിച്ചു. മാത്രമല്ല ഇത്രയുമേറെ തിരക്കുള്ള ഒരു ഘട്ടത്തിൽ പോലീസ് ലാത്തി ചാർജ് നടത്തി എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊക്കെ വലിയ ഒരു ദുരന്തത്തിന് വഴിവെച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ സുരക്ഷാ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി പോലീസ് അനുമതി നിഷേധിച്ച പരിപാടിയാണ്. രാവിലെ ഇത്തരത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും ഈ ടീമിൻ്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഈ പരിപാടി ഈ ടീമിനൊരു വിക്ടറി പരേഡ് അല്ലെങ്കിൽ സ്വീകരണം നടത്താൻ തീരുമാനിച്ച ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒരു അനുമതി നൽകാൻ കഴിയില്ല എന്ന് പോലീസ് അറിയിച്ചിരുന്നു. അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അവസാന നിമിഷം ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഉച്ചയോടുകൂടി പരിപാടി നടത്താനാണ് തീരുമാനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിന് അനുമതി ലഭിച്ചു എന്നുള്ള ഒരു ചോദ്യം നമുക്ക് അറിയേണ്ട കാര്യം ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ ഈ ടീമിനെതിരെ വരുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഈ RCBക്കെതിരെ വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്രയുമേറെ ആളുകൾ, ഒരു വലിയ ദുരന്തം ആ സ്റ്റേഡിയത്തിന് പുറത്ത് ഉണ്ടായി. 50ഓളം പേർക്ക് പരിക്കേറ്റു, 11ഓളം പേർ മരിച്ചു. ഇപ്പോഴും പലരും മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. ആ ഘട്ടത്തിലും അവിടെ ഈ സ്റ്റേഡിയത്തിനകത്ത് ഈ പരിപാടി നടന്നു, ഈ ആഘോഷ പരിപാടി നടന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ളവരും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഈ ദുരന്തമുണ്ടാകുന്ന ഘട്ടത്തിൽ ആ പരിപാടി നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള ഒരു വിവരം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഈ ആളുകൾ എത്തിയപ്പോൾ ആ ആളുകളെ നിയന്ത്രിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയരുന്നത്. ശരി, ആന്റണി ജിസൂസാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിൽ RCBയുടെ സ്വീകരണ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് 11 മരണം സംഭവിച്ചിരിക്കുന്നത്. നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഗുരുതരാവസ്ഥ തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചേക്കാം എന്നുള്ള സൂചനകളൊക്കെയാണ് ലഭിക്കുന്നത്. അതേസമയം RCBക്കെതിരെയും വലിയ രീതിയിൽ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. ഈ ഒരു ദുരന്തത്തിന്റെ ഇടയിലും ആഘോഷം നടത്തിയിരിക്കുന്നു RCB എന്നുള്ള തരത്തിൽ വിമർശനം നടന്നിരിക്കുന്നു. ഇപ്പോഴും ആഘോഷ പരിപാടികൾ അവിടെ നടക്കുകയാണ് എന്നുള്ള ചില വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം RCB